നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കുവാനുമായി കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ജെറമ്യാ 15:20 അതിശക്തമായൊരു വചനം, വലിയൊരു ഉറപ്പ് ദൈവം നമുക്ക് നൽകുവാണ്. ഒന്നാമത്തെ കാര്യം, നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തൊരു വലിയ അഷുറൻസ് ആണ്. നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ മോചിപ്പിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ കയറിറങ്ങി പോകുമ്പോൾ അവിടെ നമുക്ക് രക്ഷയ്ക്കായി കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നു. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവരണം. നമ്മളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ അവിടെ നമ്മളെ മോചിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വചനത്തിൽ കാണുകയാണ്. നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പം നമ്മൾ പെർഫെക്റ്റ് കൊണ്ടാണോ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? കർത്താവിന് നമ്മുടെ ഇംപെർഫെക്ഷൻസ് അറിയാം, നമ്മുടെ ബലഹീനതകൾ അറിയാം, നമ്മുടെ പ്രശ്നങ്ങൾ അറിയാം. ഇന്ന് ഈ വചനത്തെ ഒന്ന് സ്വീകരിച്ച് നമ്മുടെ കുറവുകൾക്കുള്ളിലേക്ക് ഈ വചനത്തിലൂടെ ദൈവം നമുക്കായി കടന്നു വന്ന് നമ്മളെ രക്ഷിക്കും, മോചിപ്പിക്കും. അപ്പം മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെ ഒരാൾ കടന്നു പോകുക, അപ്പം ഞാനോ നിങ്ങളോ കടന്നു പോകുന്ന അല്ലെങ്കിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കറിയാൻ മേല അത് ഏത് രീതിയിലാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരേണ്ടതെന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ ജോലി മേഖലകളാകാം, എൻ്റെയോ നിങ്ങളുടെയോ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഡെഡ് എൻഡ് പോലെ മുമ്പിൽ നിൽക്കുമ്പോൾ, അതിനെ മുമ്പിൽ ഇങ്ങനെ ഒരു ഡെഡ് എൻഡാണ്, അടഞ്ഞ വാതിൽ നിൽക്കുവാണ്, അല്ലെങ്കിൽ അതിനടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ മേല. പക്ഷെ അവിടെ ദൈവം നമ്മളെ മോചിപ്പിക്കും. അതാണ് ഈ വചനം പറയുന്നത്. നമ്മളെ രക്ഷിക്കും, മോചിപ്പിക്കും. മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികളാകാം, ശക്തികളാകാം, സാഹചര്യങ്ങളാകാം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തുമാണെങ്കിലും കർത്താവിൻ്റെ വചനം ഇന്ന് നമുക്ക് ഉറപ്പ് നൽകുവാണ്, അവിടുന്ന് നമ്മളെ മോചിപ്പിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചെയ്യുന്നത്, മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വലിയ സന്തോഷം ഉള്ളിൽ കർത്താവ് നൽകുക കേട്ടോ. അതായത് ദൈവം ഇന്ന് നമ്മളെ മോചിപ്പിക്കും. He will deliver us. Our God is a God who delivers us. നമ്മളെ ഡെലിവർ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ അപ്പസ്വരം പഠിപ്പിക്കുകയാണ്. ഗൗരവമേറിയൊരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഗൗരവമേറിയൊരു വിപത്ത് ഇപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ കറന്റ്ലി ഇപ്പം ഈ ദിവസത്തിലായിരിക്കും. ഇപ്പം വെള്ളിയാഴ്ച ആയിരിക്കും, ചിലപ്പോൾ ഈ ദിവസം ഇന്ന് മുതലൊരു സീരീസ് ഓഫ് സീക്വൻസ് ഓഫ് ഇവൻസിലൂടെ കയറി പോകുന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഇതിൻ്റെ നടുവിൽ ദ ലോർഡ് സേയ്സ്, ഐ വിൽ ഡെലിവർ യു. ഞാൻ നിന്നെ വിമോചിപ്പിക്കും, ഞാൻ നിന്നെ രക്ഷിച്ചെടുക്കും, ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും. പൗലോസ്ലീഹ പറയുന്നത്, ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അതായത് ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ഓർത്ത ഒരു വിഷയമാണ് പൗലോസ്ലീഹ ഫേസ് ചെയ്യുന്നത്. എല്ലാ പ്രത്യാശയും മാനുഷികമായ എല്ലാ ഹോപ്പും പോയ സമയത്ത് കർത്താവിനുള്ള പ്രത്യാശയിൽ ആൾ ഉറച്ചു നിൽക്കുക. കർത്താവ് രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു, തുടർന്നും രക്ഷിക്കും. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അപ്പം ഞങ്ങളുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ധ്യാന ശുശ്രൂഷകൾ, അത് ഈ മാസം ഈ വ്യാഴാഴ്ചയോടുകൂടി അത് ഈ വർഷത്തെ നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് ഞാൻ നാവുകൊണ്ട് പറയുന്നില്ല. കർത്താവ് അതിനെ മോചിപ്പിക്കും, വഴി തുറക്കും, അത് വിശാലമാക്കും. നമ്മൾ അധരം തുറന്ന് പറയുന്നതാണ് സംഭവിക്കുന്നത്. അത് വിശാലമാക്കും. ഒരുപാട് സൈറ്റാനിക് ആയിട്ടുള്ള ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുടെയൊക്കെ അവരുടെ ഒപ്പോസിഷൻ കാരണം നമുക്ക് നടത്തിക്കൊണ്ടിരുന്ന സെൻറ്ററിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് അത് നിർത്തേണ്ട ഒരു ഇത് വന്നു. പിന്നെ ഒരു പുതിയ സെൻറ്ററിലോട്ട് നമ്മളത് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്ത് വെള്ളിയാഴ്ച ഓക്കെ ആയിരുന്നു. ബട്ട് മൺഡേ ഇന്നലെ ആയപ്പോഴത്തേക്ക് അവർ തകടം പറഞ്ഞു നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഈ വചനം എനിക്കായി നൽകി. ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. എവിടെയാണോ പിശാച്ച് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും സ്റ്റോപ്പ് ചെയ്യാനും വരുമ്പോൾ ദൈവം അതിനെ വിശാലമാക്കും. അതാണ് യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും നിങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ്. സാത്താൻ വരുന്നത് എന്തിനാ? മോഷ്ടിക്കാനാ,
കൊല്ലാനാണ്, നശിപ്പിക്കാൻ. അവൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ കവരുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം ചില വ്യക്തികളായിരിക്കും, ആ വ്യക്തികളിലൂടെ നമ്മൾ ഓർക്കും എല്ലാം ഓക്കെ ആണല്ലോ, നീറ്റ് ആണല്ലോ, നൈസ് ആണല്ലോ. ബട്ട് സാത്താൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താ? സാത്താൻ്റെ ഇൻറ്റൻഷൻ എന്താ? കവർച്ച. ജീവിതത്തിൽ കവരുന്നുണ്ടോ? അവൻ കവരാൻ വരുക, മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനും. എന്നാൽ യേശു വരുന്നത് എന്തിനാ? ജീവൻ നൽകുവാൻ, സമൃദ്ധമായ ജീവൻ. യോഹന്നാൻ 10:10, ജെറമ്യ 15:20. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു. കമോൺ, റിസീവ് ദിസ് വേർഡ്. ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അപ്പൊ ഈ വചനമാണ് ഇന്ന് രാവിലെ ദൈവം എനിക്ക് നൽകിയത്. ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. പണ്ട് ഏലിയ പ്രവാചകൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ജസബേൽ രാജ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജസബേലിക് സ്പിരിറ്റ്, കൺട്രോളിങ് സ്പിരിറ്റ്, ഡോമിനേറ്റിംഗ് സ്പിരിറ്റ് ആണത്. അപ്പൊ ഞങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് റെസ്ട്രിക്ഷൻ, കൺഫൈൻഡ് ആക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങൾ. പിശാചിന് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, മനുഷ്യൻ രക്ഷ പ്രാപിക്കരുത്, കർത്താവിനെ അറിയരുത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അമ്മമാതാവിന്റെ സ്വർഗത്തിന്റെ ആ ദൈവത്തിന്, യേശുവിന്റെ പ്രവർത്തികൾ ഈ ഭൂമിയിൽ നടക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് ഉറപ്പ് നൽകി, ശക്തി നൽകി നമ്മളെ വിടുവിക്കുകയാണ്. ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. ആരെ ഉയർത്തും? നമ്മളാണോ ഉയർത്തുന്നത്? ദൈവം നമ്മളെ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും. കണ്ടോ, അവർ നിന്നോട് യുദ്ധം ചെയ്യും. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവർ നിന്നോട് യുദ്ധം ചെയ്യും. അപ്പൊ ഞാൻ ഓർത്ത് ഈ സൈറ്റാനിക് ഗ്രൂപ്പുകളും ഫ്രീമേസൺ ഈ പറഞ്ഞ ടീംസ് എല്ലാം കൂടെ വന്ന് ഈ പ്രൊട്ടസ്റ്റന്റ് ആൾക്കാരുടെ ഓറഞ്ച് ഓർഡർ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഇടയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പല തരത്തിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ വന്ന സമയത്ത് ഈ വചനം ഉറപ്പിച്ചു നിർത്തുക നമ്മളെ. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൊ ഈ വചനം ഇന്ന് നിങ്ങളൊന്ന് റിസീവ് ചെയ്തേ. നിന്നെ രക്ഷിക്കുന്ന ഈശോ, നിന്നെ മോചിപ്പിക്കുന്ന ഈശോ, നമ്മളോട് കൂടെയുള്ള ഈശോ. അപ്പൊ നമ്മുടെ കൂടെ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിന്റെ ഒരു പിക്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് ദൈവം നിൽക്കുമല്ല, ദൈവത്തിന്റെ സ്വന്തം ശരീരത്തിൽ നമ്മളെ കണക്ട് ചെയ്തേക്കുവാണ്. അതാണ് കൊളോസസ് 1:22. പഴയ നിയമത്തിൽ കൂടെ നിൽക്കുന്നത് നമ്മൾ കാണുമ്പോൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗവും ദൈവം നമ്മുടെ ഉള്ളിലും വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു 3 ഡൈമെൻഷൻ സംഭവമാണ് പുതിയ നിയമം. പഴയ നിയമത്തില് എക്സ്റ്റേണലി ദൈവം വന്നിങ്ങനെ അരികിൽ വന്നിക്കുവാണെങ്കിൽ, പുതിയ നിയമത്തില് യേശു തന്റെ പരിഹാര ബലിയിലൂടെ സ്വന്തം ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. അപ്പൊ യേശുവിന്റെ ശരീരത്തിൽ നമ്മളുകൊണ്ട്, നമ്മുടെ ഉള്ളിൽ യേശുവുണ്ട്. കൊളോസസ് 1:27, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതൊരു ട്രൂത്താണ്. അതുപോലെ തന്നെ യേശു പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവവുമായിട്ടുള്ള വലിയൊരു ബന്ധം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പൊ പുതിയ നിയമത്തിന്റെ കോൺസെപ്റ്റില് ഈ വചനത്തെ നമ്മളൊന്ന് എടുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇതിന് ഡബിൾ പവറാണ്. കാരണം എന്താ? പുതിയ നിയമത്തിന്റെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ദൈവം നമ്മുടെ കൂടെയല്ല, നമ്മുടെ ഉള്ളിൽ ദൈവം ഇരിക്കുന്നു. നമ്മൾ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നു, ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമായി. ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തളക്കോട്ടയെ നിന്നെ ഞാൻ ഉയർത്തുമെന്ന് പറയുമ്പോൾ അവിടെ ദൈവമാണ് ഉയർത്തപ്പെടുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ഞാൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആരുടെ പേരാ വലുതാകുന്നത്? കർത്താവിന്റെ പേരാ വലുതാകുന്നത്. ഈ ഭൂമിയിലുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയിൽ ചെയ്യും. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. നിങ്ങളിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രാഹത്തിന് കൊടുത്ത പ്രോമിസ് ഇന്ന് യേശുക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. കാരണം നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, നന്മകൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ മഹത്വം മുഴുവനും ആർക്കാ? ദൈവത്തിനാണ്, യേശുവിനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. അസാധ്യങ്ങളെ സാധ്യമാക്കും. ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തളക്കോട്ടയെ നിന്നെ ഞാൻ ഉയർത്തും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ ഇവിടെ നടക്കുന്ന ഈ ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ഒരു വ്യാഴാഴ്ച കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് റീഓപ്പൺ ആകട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ.
ഇവിടെ സേറ്റാനിക് ഗ്രൂപ്പുകളോ പൊസസ്ഡായ ആൾക്കാരോ അല്ല അതിന് തീരുമാനമെടുക്കേണ്ടത്. കർത്താവ് തുടങ്ങിയതിനെ കർത്താവ് ഫുൾഫിൽ ചെയ്യും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ തന്നെ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേ അത് ഫുൾഫില്ല് ചെയ്യും. ഈ വചനത്തിന്റെ ശക്തിയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ കൂട്ടായ്മയിൽ ഇന്ന് പ്രയർ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭിന്നശേഷിക്കാരുടെ ശുശ്രൂഷകൾ, ഈ ദിവസങ്ങൾ നടക്കുന്ന ശുശ്രൂഷകളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് തുടർന്ന് നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അധികാര കസേരകളിൽ ഇരിക്കുന്ന എല്ലാ ജസബേലിക് സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ നീക്കം ചെയ്യപ്പെടട്ടെ. അവിടെ ദൈവമഹത്വം ഇറങ്ങി പരിശുദ്ധാത്മ അഭിഷേകമുള്ളവർ അധികാര സീമകളിൽ കടന്നു വന്ന ദൈവ പ്രവർത്തികൾക്കായി അവർ സ്വാഗതം ചെയ്യട്ടെ. വാതിലുകൾ തുറക്കട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം പിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ വിടുതലുകൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഏത് വ്യക്തികളാണോ ബ്ലോക്ക് ചെയ്തത് അവർ തന്നെ അത് റീറൈറ്റ് ചെയ്ത് അത് തുറക്കുന്നു. അത് തുറന്നു തരുവാൻ ഇടയാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പൊ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ മോചിപ്പിക്കും, ഞാൻ നിങ്ങളെ മോചിപ്പിക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കും. അവർ വിജയിക്കുകയില്ല. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. പറഞ്ഞ് അവർ യുദ്ധം ചെയ്യും, പക്ഷെ അവർ വിജയിക്കത്തില്ല. ആരൊക്കെയാണോ ഇന്നിപ്പം ഒരാള് നിങ്ങൾക്കെതിരെ, ആരൊക്കെയാണ് പിശാച് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത്, അവർ യുദ്ധം ചെയ്യും, പക്ഷെ അവർ വിജയിക്കത്തില്ല. അവർ വിജയിക്കത്തില്ല. ഞങ്ങൾ 4 വർഷം മുമ്പ് ഈ ശുശ്രൂഷകൾ ആരംഭിച്ച സമയം മുതൽ കുറേ ആൾക്കാർ പല സമയങ്ങളായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വചനം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കുവാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് പറയുന്ന ഈ വചനത്തിൽ നിന്ന് സ്വീകരിച്ചു പിശാച് ഇടുന്ന എല്ലാ അക്യൂസേഷനുകളെയും അപവാദങ്ങളെയും അവന്റെ പിശാചിന്റെ അക്യൂസറാണ്. അവന്റെ സകല അക്യൂസേഷനുകളും യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് നിർമാർജനം ചെയ്യപ്പെടുന്നു, ക്യാൻസലാക്കപ്പെടുന്നു. പിശാചിന്റെ അക്യൂസേഷനെ ദൈവം യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിലൂടെ ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഒരു കാര്യം ഈശോ ഒന്ന് എടുത്തു കാണിക്കും. പിശാച് അക്യൂസ് ചെയ്യാൻ വരുമ്പോൾ പുതിയ നിയമത്തിലായിരിക്കും നമുക്കുള്ള ധൈര്യം എന്താ? യേശുവിന്റെ രക്തം നമ്മളെ അതിനെ ക്യാൻസൽ ചെയ്യും. അതാണ് കർത്താവിന്റെ രക്തം കൊണ്ടാണ് സ്വർഗീയ സ്ഥലങ്ങൾ ഇന്ന് സീൽഡ് ആക്കിയിരിക്കുന്നത്. ആ ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെ ഇത്തരത്തിലുള്ള എല്ലാ അക്യൂസേഷനെയും കർത്താവ് ബ്രേക്ക് ചെയ്യും, ക്യാൻസൽ ചെയ്യുന്നു. 1 തിമോത്തി 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവപുത്രൻ തന്നെ മോചന മൂല്യമായി നൽകിയതിലൂടെ ആ ദൈവപുത്രന്റെ വിലയേറിയ രക്തത്തിന്റെ ശക്തി ഇന്ന് നമുക്ക് വേണ്ടി സംസാരിക്കണം. ആ രക്തമാണ് പിശാചിന്റെ സകല അക്യൂസേഷനെ ക്യാൻസൽ ചെയ്യും. ജൂലൈ മാസം യേശുവിന്റെ രക്തത്തിനായി സമർപ്പിക്കപ്പെട്ട മാസമാണ്. ഈ മാസം പിശാച് വ്യക്തികളിലൂടെ നമുക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ മഹത്വത്തിന് കാരണമായി ആ നീക്കങ്ങളെല്ലാം പരാജയപ്പെടും. ഇന്ന് വിശ്വസിച്ചു. ഇങ്ങനെ ഒരു ദൂത് ഈശോ ഉള്ളിൽ നൽകുന്നു. അങ്ങനെയുള്ള സകല നീക്കങ്ങൾ, നിനക്കും എനിക്കും നമുക്കെതിരെയുള്ള എല്ലാ നീക്കങ്ങളും, ഗൂഢാലോചനകൾ, നീക്കങ്ങൾ, പദ്ധതികൾ യേശുവിന്റെ രക്തം തകർത്ത് തരിപ്പണമാക്കുന്നു ഈ നിമിഷം. റൈറ്റ് നൗ അവർ ഗോഡ് ഈസ് എ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. സങ്കീർത്തനത്തിൽ നമ്മൾ കാണും, ദൈവം നമുക്ക് സുനിശ്ചിത തുണയാണ് നമ്മുടെ കഷ്ടതകളില്ല. പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞത്. ഹി ഈസ് അവർ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. വിൽ ബി എന്നല്ല പറഞ്ഞത്, ഹി ഈസ്. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അടഞ്ഞ വാതിലുകളെ നമ്മുടെ മുൻപിൽ തുറക്കുകയാണ്, സത്യത്തെ തുറക്കുകയാണ്, യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെ എക്സ്പോസ്ഡ് ആക്കി ദൈവത്തിന്റെ ഫേവറിനെ ദൈവം തന്നെ നമുക്ക്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, വിജയിക്കും. കാരണം എന്താ? ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട്. എന്തെന്നാൽ നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കുവാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇങ്ങനെയൊന്ന് നെഞ്ചിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞേ, ചെസ്റ്റിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞേ, അല്ലെ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞേ, എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്, എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്, ഞാൻ വിജയിക്കും. കാരണം എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ ഇരിക്കുമ്പോൾ, കൊളോസസ് 1:22, ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അപ്പോൾ തന്നെ പുത്രനായ യേശുക്രിസ്തു പിതാവിന്റെ അരികിൽ ചെയ്യുന്നത് എന്താണ്?
1 തിമോത്തിയോസ് 2:5 ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. ഇവിടെ അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്, ഇതൊരു കൽപ്പനയല്ല, അവിടെ ഒരു വലിയ സത്യത്തെ മനസ്സിലാക്കുകയാണ്. മനുഷ്യനായി യേശുക്രിസ്തു, യേശു തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധൻ ഏക ദൈവമാണ് അല്ലേ. അപ്പോൾ അവിടെ മനുഷ്യനായ യേശുക്രിസ്തു നമ്മളെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ദൈവമായ യേശുക്രിസ്തു എന്നല്ല അപ്പസ്തലൻ പറയുന്നത്, മനുഷ്യനായി നിന്റെ ഫീലിങ്സ്, എൻ്റെ ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വേദനകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ ഇതെല്ലാം അറിയുന്നവനായി അവിടെ നമുക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. ഈ പിക്ചർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ കടന്നു പോകുന്ന എല്ലാ തിരസ്കരണങ്ങളും വേദനകളും വിഷമങ്ങളും അറിയുന്ന ഒരാള് സ്വർഗത്തിൽ പിതാവിന്റെ അരികിൽ നമ്മളെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പിശാച് അക്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളുണ്ട്, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന മൂല്യമായി നൽകി, വിച്ച് മീൻസ് ഹി ഹാസ് ആൻ അതോറിറ്റി ഓവർ അവർ ലൈഫ്. ഈ ഭൂമിയിലുള്ള നമുക്ക് എല്ലാവർക്കും വേണ്ടി മോചന മൂല്യമായി യേശുവിനെ തന്നെ, ഈശോയെ തന്നെ നൽകിയതിലൂടെ സകല മനുഷ്യ ശരീരങ്ങളുടെ മേലും സകല മനുഷ്യ ആത്മാക്കളുടെ മേലും സകല മർത്യരുടെ മേലും യേശുക്രിസ്തുവിന് അധികാരമുണ്ട്. അവൻ തന്നെ തന്നെ മോചന മൂല്യമായി നൽകി എല്ലാവർക്കും വേണ്ടി മോചന മൂല്യമായി നൽകി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്റെ അരികിൽ ഇന്ന് നമുക്ക് പുത്രനായ മനുഷ്യനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ത്രിയേക ദൈവം ഏകദൈവമാണ്. അവിടെ മനുഷ്യന്മാരെ നമ്മളെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യനായ യേശുക്രിസ്തുവായി അവിടെ നിന്നും നിലനിൽക്കുന്നു. ആ ദൈവത്തോടൊപ്പമാണ് നമ്മൾ മറഞ്ഞിരിക്കുന്നത്. എഫെസോസ് ലേഖനം 2-4 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തോടൊപ്പം യേശുക്രിസ്തുവിനോട് കൂടെ പിതാവ് നമ്മളെ ഉയർപ്പിച്ച് അവനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. വി ആർ സീറ്റഡ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലി പ്ലേസസ്. ദൈവം നിങ്ങളെ നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ അവിടെ നമ്മളെ നിർത്തിയിരിക്കുന്നത് യേശുവിന്റെ മഹത്വം നമ്മളിലൂടെ പുറത്തു വരുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഈ നൽകപ്പെട്ട വചനത്തെ എല്ലാം നമുക്ക് ഉള്ളിലോട്ട് സ്വീകരിക്കാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രയർ റിക്വസ്റ്റിനോട് പങ്കുവച്ചല്ലോ ഈ ഒരു ഭിന്നശേഷിക്കാരുടെ ശുശ്രൂഷകളുടെ കാര്യം. അതിനകത്ത് ദൈവത്തിനൊരു പ്രവൃത്തി വെളിപ്പെടും. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഈ വ്യാഴാഴ്ച കൊണ്ട് അവസാനിക്കേണ്ട ഒരു ശുശ്രൂഷയല്ല അത്. സൈറ്റാനിക് ഗ്രൂപ്പുകളും അതിൽപ്പെട്ട ആൾക്കാരും അവരുടെയൊക്കെ ലൈഫിൽ വലിയ തകർച്ചകൾ വന്നവരാണ്. അവരെ ദൈവം രക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പുറകെ പോയി, സൈറ്റാനിക് വർഷിപ്പിൻ്റെ ഒക്കെ പുറകെ പോയിട്ട് ഇപ്പം ദൈവ ശുശ്രൂഷകളെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ വാശി പിടിച്ച് നടക്കുകയാണ്. എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. സോ ലോർഡ്, വി പ്രേ ദിസ് ഈവനിങ് that you will open the doors that no man will be able to close. ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയാത്തവണ്ണം ദൈവം ഞങ്ങളുടെ മുൻപിൽ, ഞങ്ങൾ എല്ലാവരുടെ മുൻപിൽ, ഇന്നിവിടെ പ്രയർ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്ന, കമന്റ് പോസ്റ്റ് ചെയ്യുന്ന, ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും മുൻപിൽ, ഞങ്ങളുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങൾക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കുന്നതിനായി നന്ദി പറയും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കുവാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. പിതാവെ, പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളിലൂടെ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി പറയുന്നു. വിശുദ്ധിയിൽ അങ്ങേ പ്രീതിപ്പെടുത്തി ജീവിക്കുവാൻ, ആ കൃപയുടെ അഭിഷേകത്തിൽ നിറഞ്ഞ് അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാൻ ഉള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് പകരുന്നതിനായി നന്ദി. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആ തിരുരക്തത്തിന്റെ മറവിൽ നിന്നുകൊണ്ട്, മറക്കപ്പെട്ടുകൊണ്ട് മുൻപോട്ട് അവിടെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ദൈവമക്കളെയും ഈ സായാഹ്നത്തിൽ അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് അവരെ പ്രത്യേകമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നല്ല ദിവ്യകാരുണ്യ നാഥ, അവിടുത്തെ ആണിപ്പഴുതുള്ള കരം വെച്ച് ഓരോ മക്കളെയും തൊടണം. ഈശോ ഇങ്ങനെ ഉള്ളിലൊരു മെസ്സേജ് നൽകുന്നു, നമ്മൾ പരാജയപ്പെടുകയില്ല. പൗലോസ് പറയുന്നില്ല, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഈ കർത്താവിനെ നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ കൂടെ കർത്താവുണ്ട്. 2 കൊരിന്ത്യർ 4:18 കാണുന്നത് താൽക്കാലികമാണ്, ദൃശ്യമായവ നശ്വരമാണ്, അദൃശ്യമായവ അനശ്വരമാണ്. കർത്താവിന്റെ ലോകം, സ്വർഗം അനശ്വരമായ ലോകമാണ്. ഈ ഭൂമിയിലൊക്കെയുള്ള രാജ്യങ്ങൾ ഇളകാത്തതുമായ പ്രശ്നങ്ങളുള്ള, നമ്മൾ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യും, ഒരു കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് കുറേ നാൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇപ്പം കണ്ടില്ലേ യൂറോപ്പിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ രാജ്യം, യേശുവിൻ്റെ രാജ്യം, അത് ഇളക്കമില്ലാത്ത രാജ്യമാണ്. ആ രാജ്യം സമാധാനത്തിൻ്റെ രാജ്യമാണ്. ആ യേശുവിന്റെ മഹത്വവും അഭിഷേകവും എവിടെ നിറയപ്പെടുന്നു ആ ദേശങ്ങളിൽ സമാധാനം വ്യാപരിക്കുകയാണ്. സ്വർഗം ഭൂമിയിലേക്ക് വരിക.
അതിൻ്റെ ഒരു ചെറിയ അടയാളങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഈ ഭൂമിയിൽ അങ്ങ് വെളിപ്പെടുകയാണ്. യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും. ഇത് സ്പിരിറ്റിന്റെ പവറിലാണ്. അതാണ് യേശുവിനെ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാഭിഷേകം നിറയപ്പെടുന്ന ദേശങ്ങൾ അല്ലെങ്കിൽ സുവിശേഷത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്ന ദേശങ്ങളിലേക്ക് ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ നടന്ന് ആ ദേശത്തെ ദൈവം മനോഹരമാക്കുകയാണ്, എല്ലാ രീതിയിലും അനുഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാറുണ്ട്, ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ യേശുവിന്റെ സാന്നിധ്യം പോയി കഴിഞ്ഞാൽ യേശുവിന്റെ സാന്നിധ്യമാണ് സകലതിനെ മനോഹരമാക്കുന്നത്. ആ സാന്നിധ്യമാണ് മനോഹരമാക്കുന്നത്. ആ സാന്നിധ്യമാണ് സകലതിനെ മനോഹരമാക്കുന്നത്. ഇന്ന് നോർത്തേൺ അയർലൻഡിലൊക്കെ ആൾക്കാർ ഒരുപാട് പേര് സാത്താനെ ആരാധിക്കും, ലിറ്ററലി ഡബിൾ വർഷിപ്പിന് പോകുന്നവരുണ്ട്. ആ പരസ്യമായിട്ട് അവർ പല പല മേഖലകളിലൊക്കെ അങ്ങനെയുള്ളവരെ കടന്നു കയറി പല തരത്തിൽ ദൈവ ശുശ്രൂഷകളെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനോടനുബന്ധമായി നമ്മളിപ്പോൾ കേൾക്കുന്ന എന്താ? മുഴുവൻ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അടികളും ബഹളങ്ങളും എല്ലാം വീണ്ടും തുടങ്ങുവാണ്. എവിടെ യേശുവിന്റെ സാന്നിധ്യം മാറ്റപ്പെടുന്നോ അവിടെ വേറെ പ്രസൻസ് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ശുശ്രൂഷകൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ ശുശ്രൂഷകൾ ഒന്നും സ്റ്റോപ്പ് ആകരുത്, ഇതെല്ലാം മുൻപോട്ട് പോകണം. കാരണം ഈ വചനം നമ്മളെ നോക്കി പറയുക, ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മളെ ദൈവം തെരഞ്ഞെടുത്ത് നിർത്തിയേക്കുവാണ്, പരാജയപ്പെടത്തില്ല. കാരണം നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചവനായ ദൈവം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതാണ് അനശ്വരമായ സത്യം. ബാക്കിയുള്ളതെല്ലാം ടെമ്പററിയാണ്. ഇതെല്ലാം ടെമ്പററിയെ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഇറ്റേണൽ ആയിട്ടുള്ള നശ്വരങ്ങളെയല്ല, അനശ്വരമായതിനെ, കർത്താവിനെ നമ്മൾ ഇന്ന് മുറുകെ പിടിക്കുമ്പോൾ ഇന്ന് ദൈവപ്രവർത്തികൾ ഈ നിമിഷം സംഭവിക്കും. 1 കൊരിന്ത്യർ 2:9. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായിട്ടുള്ളത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നു. സമാധാനമുള്ള ഒരു ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അത് പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന സ്വസ്ഥതയുള്ള കുടുംബജീവിതം, കൃപ നിറഞ്ഞ ജോലി, വചന ശുശ്രൂഷകൾ, നമുക്ക് നമ്മുടെ ഇടവകയിലെ ജീവിതം, ഇതെല്ലാം പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെയാണ് സാധ്യമാകുന്നത്. അപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം ഹോളി സ്പിരിറ്റ് ടേക്ക് ഓവർ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അവിടുന്ന് ടേക്ക് ഓവർ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ഞങ്ങളെല്ലാവരുടെ വീടുകളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, ഞങ്ങളുടെ ഇൻഡിവിജ്വലായി ഞങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ ചലഞ്ചസിലേക്കും കടന്നു വന്ന് ഞങ്ങളെ സൗഖ്യമാക്കി ഈ ഒരു സീസണിൽ വിക്ടോറിയസ് ആയിട്ട് അവിടെ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. 2 കൊരിന്ത്യർ 2:14 എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലേക്ക് എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി, മഹത്വം. ആമേൻ. Pray for us also. God bless you. Have a blessed evening. Ave Maria.